ഒരു മാസത്തിലേറെ നീണ്ടുനിന്ന പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ആവേശകരമായി കൊട്ടിക്കലാശം. 3 മുന്നണികളും വൻ ആഘോഷത്തോടെയാണ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിലേക്ക് എത്തിയത്. ശിങ്കാരിമേളവും കാവടിയും ഡിജെയും ഒക്കെയായി ഉത്സവാന്തരീക്ഷമായിരുന്നു ഉച്ച മുതൽ പാലക്കാട്. ഒരുപാട് രാഷ്ട്രീയ വിഷയങ്ങളുടെ ഉരകല്ലായ തെരഞ്ഞെടുപ്പ് എന്ന് നമുക്ക് ഈ തെരഞ്ഞെടുപ്പിനെ വിശേഷിപ്പിക്കാം. തുടക്കം മുതൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ മാറി മാറി വന്ന ഭാഗ്യനിർഭാഗ്യങ്ങൾ മാറി മറിഞ്ഞ ഈ തെരഞ്ഞെടുപ്പ് ശരിക്കും ഒരു സൂപ്പർ ഓവറിലേക്ക് കടന്നിരിക്കുകയാണെന്ന് പറയാം. ഒരു 20-20 മത്സരം പോലെ എല്ലാ ബോളിലും എന്തെങ്കിലുമൊക്കെ മാറ്റം സംഭവിക്കുന്ന ഒരു മത്സരമായിരുന്നു നടന്നത്. ഓരോ ബോളിൽ ട്വിസ്റ്റായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ അവസാനത്തെ സൂപ്പർ ഓവറിൽ എന്ത് സംഭവിക്കുമെന്ന് കണ്ടറിയണം. ആര് ജയിച്ചാലും ചെറിയ മെജോറിറ്റി എന്ന് ഇവിടെയുള്ള എല്ലാ പാർട്ടികളുടെയും പ്രവർത്തകർ പറയുന്നുണ്ട്. അങ്ങനെ അക്ഷരാർത്ഥത്തിൽ ഒരു ത്രികോണ മത്സരം, സൂപ്പർ ഫൈറ്റ് എന്ന് പറയാം. അതിനോടൊപ്പം അശ്വജിത്തും അതുപോലെ തന്നെ അക്ഷയുമുണ്ട്. അശ്വജിത്തിന് സ്വന്തം നാടാണ്, അശ്വജിത്ത് ജീവിച്ച സ്ഥലമാണ്. പാലക്കാടിന് ഇതുപോലെ ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായിട്ടില്ല എന്ന് എല്ലാവരും പറയുന്നു. പ്രചാരണ സമാപനവും ഇതുപോലെ ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നു. ഈ ആവേശം കൃത്യമായും തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്ന് നമുക്ക് കരുതാമല്ലോ. തീർച്ചയായിട്ടും അഭിലാഷ് പറഞ്ഞ പോലെ തന്നെയാണ്. ഞാൻ ഇതുവരെ ഒരുപക്ഷെ ഉപതെരഞ്ഞെടുപ്പ് എന്നല്ല, പാലക്കാട്ട് ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് ഈ സമീപകാലത്തൊന്നും ഉണ്ടായിട്ടില്ല. അത്രയേറെ വലിയ ആവേശം. ഒപ്പം അഭിലാഷ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇനി ഉള്ള 1-2 ദിവസം ആ സൂപ്പർ ഓവറിൽ ആര് 6 അടിക്കും, ആര് 4 അടിക്കുമെന്ന് ഇപ്പോൾ നമുക്ക് ഇവിടെ ഇരുന്ന് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം. അത് തന്നെയായിരിക്കും അതിൻ്റെ ഒരു ഹൈലൈറ്റും. ഈ സൂപ്പർ ഓവറിൽ കഴിഞ്ഞ് വിജയം ഫൈനൽ ആവുമ്പോൾ മാത്രമേ ഇത് എങ്ങോട്ടാണ്, ആരാണ് എന്ന് ഇപ്പോൾ പറയാൻ പറ്റുള്ളൂ, അല്ലേ? അതെ അതെ. അശ്വതേട്ടനെ ഒന്ന് എനിക്കൊന്ന് മുഴുവൻ കണ്ടാൽ മതി. എങ്ങനെയുണ്ട് കൊട്ടിക്കലാശമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു വെച്ചാൽ അങ്ങനെയുണ്ട്. UDF ക്യാമ്പിലായിരുന്നു. അയ്യോ, UDF ക്യാമ്പിലായിരുന്നു. ഞാൻ നമ്മുടെ ഒലുവക്കോട് തൊട്ട് സ്റ്റാർട്ടിങ് തൊട്ട് ഇവിടം വരെ ഉണ്ടായിരുന്നു. UDFൽ ഒരു കോൺഫിഡൻസ് ഒരുപക്ഷെ ഇന്നത്തെ അവരുടെയൊക്കെ ബോഡി ലാംഗ്വേജിൽ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അത്രയേറെ കോൺഫിഡൻ്റ് ആയിരുന്നു. പക്ഷേ അത് അടിയൊഴുക്കുകളൊക്കെ എവിടെ വരുമെന്നുള്ളത് രണ്ടാമത്തെ വിഷയം. എങ്കിൽ പോലും ഇന്നത്തെ ഒരു പൊതുവായുള്ള റോഡ് ഷോയിലേക്കുള്ള ഒരു ആവേശമൊക്കെ കാണുമ്പോൾ UDF കുറച്ചും കൂടെ ഒന്ന് കഴിഞ്ഞ ഒരു 2-3 ആഴ്ച മുമ്പ് ഉണ്ടായിരുന്ന ചെറിയൊരു ബാക്കപ്പിൽ നിന്ന് മുന്നോട്ട് പോയെന്ന് തോന്നുന്നു. അശ്വജിത്ത് ഇവിടുത്തെ വോട്ടറല്ല, തൊട്ടടുത്ത് ആലത്തൂർ മണ്ഡലം ബോർഡർ പഞ്ചായത്താണ്. പക്ഷേ അതുകൊണ്ട് തന്നെ ഇതിൻ്റെയൊക്കെ ഒരു പൾസ് തൊട്ടങ്ങോട്ടും വരും. അല്ല, ഇവിടെ ഇപ്പോൾ ഈ മണ്ഡലത്തിന്റെ ഭാഗമല്ലാത്തവരും വോട്ട് ചേർക്കപ്പെട്ടു എന്നുള്ളത്. അതായത് കുടുംബ പഞ്ചായത്തുകാരൊക്കെ കണ്ണാടി പഞ്ചായത്തിൽ വോട്ടർ ലിസ്റ്റിൽ ഇടം പിടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണ് വലിയ വിവാദം. അല്ലല്ലേ, ഞാൻ ഇടം പിടിച്ചിട്ടില്ല. ഇല്ലല്ലോ, ഒരിക്കലും ഇല്ല. എന്റെ വോട്ട് ആലത്തൂർ തന്നെയാണ്. അങ്ങനെ ആ വിവാദത്തിൽ ഞാൻ പെട്ടിട്ടില്ല, ഭാഗ്യം. പ്രസാദേട്ടൻ ഇങ്ങനെ തന്നെ കഴിഞ്ഞ ദിവസം ആ വിവാദത്തിൽ അങ്ങനെ ഞാൻ പെട്ടിട്ടില്ല, ഭാഗ്യം. പ്രസാദേട്ടൻ മലമ്പുഴയാണ്. അക്ഷയെ സംബന്ധിച്ചിപ്പോൾ ഇവിടെ വരുന്നു, ഒരു മാസം ഇവിടെ ചെലവഴിക്കുന്നു. നമ്മൾ പല ഉപതെരഞ്ഞെടുപ്പ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതുപോലെ ഓരോ ദിവസവും ഓരോ വാർത്തകൾ വന്ന ഒരു ഉപതെരഞ്ഞെടുപ്പ് വേറെ ഉണ്ടാവില്ല, അല്ലേ? തീർച്ചയായിട്ടും. ഞാൻ ഇതിനു മുൻപ് പാലക്കാട് തദ്ദേശ തെരഞ്ഞെടുപ്പ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ സെമി ഫൈനൽ എന്ന് കൂടിയാണ് വിശേഷിപ്പിക്കുന്നത്. പാലക്കാട് തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ തന്നെ അതൊരു ത്രികോണ പോരാണെന്ന് നമുക്കറിയാം. അതിന് വലിയ ആവേശം ഉണ്ടാവും 3 മുന്നണികളുടെ എന്നറിയാം. അതൊക്കെ നമ്മൾ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ ഈ തരത്തിലാകും തെരഞ്ഞെടുപ്പ് എന്നുള്ളത് അത് അപ്രതീക്ഷിതമായിരുന്നു. ഓരോ ദിവസവും ട്വിസ്റ്റുകൾ മാത്രമായിരുന്നു. എനിക്ക് തോന്നുന്നു നമുക്ക് ഇവരോടൊക്കെ ഒന്ന് ചോദിച്ചു നോക്കാം, അല്ലേ? കാരണം നമ്മൾ ചോദിച്ചൊന്നും അവരോട് മറ്റ് പ്രചരണ സ്വഭാവമുള്ള കാര്യങ്ങൾ ചോദിക്കാൻ പറ്റില്ല. കാരണം അല്ലാതെ കൊട്ടിക്കലാശം എങ്ങനെ ഉണ്ടായിരുന്നു ചോദിക്കാലോ, അതിൽ പ്രശ്നമില്ലല്ലോ. എങ്ങനെ ഉണ്ടായിരുന്നു? നിങ്ങളൊക്കെ പാലക്കാട്ടുകാരുണ്ടോ? എങ്ങനെ ഉണ്ടായിരുന്നു? എന്തായാലും കൊട്ടിക്കലാശം രാഹുൽ മാങ്കൂട്ടത്തിൽ കൊണ്ടുപോയിട്ടുണ്ട് രാഷ്ട്രീയപരമായിട്ട്. ശരി, നമുക്ക് അങ്ങനത്തെ പരസ്യ പ്രചാരണം അവസാനിച്ചിട്ടുണ്ട്. പക്ഷെ കൊട്ടിക്കലാശം എങ്ങനെയുണ്ട്? ഇവിടെ അല്ലാത്തവരൊക്കെ നമ്മളോട് സംസാരിക്കുമ്പോൾ ഇതുപോലൊരു പ്രചാരണം കണ്ടിട്ടില്ല എന്ന് പറയുന്നു. അത് പാലക്കാടും കണ്ടിട്ടില്ല, കേരളവും കണ്ടിട്ടില്ല.